നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, അന്തരിച്ച പത്മരാജൻ അവരുടെ 81ാമത് ജന്മദിന വാർഷികമാണ്. അവന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ട് പണ്ടൊരു നാട്ടിൽ കടത്തുവഞ്ചി ഇങ്ങനെ അങ്ങോട്ട് കടത്തും. അപ്പോൾ കടത്ത് നടത്തി പോകുന്ന ആളൊരു മുട്ടിന് വെള്ളമാകുമ്പോഴേക്കും, ഞാനൊക്കെ പണ്ട് ഷൂസ് ഇട്ട് പോകുമ്പോഴേ എനിക്ക് കടത്തുന്ന സമയത്തൊക്കെ നനയാൻ ബുദ്ധിമുട്ട് എനിക്ക് അനുഭവമുണ്ട്. ഒരു മുട്ടിന് വെള്ളമാകുമ്പോഴേക്കും എറിക്കുമെന്ന് പറയും, ധൃതി പിടിച്ച്. അങ്ങനെ ശപിച്ച അയാളെ ശപിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ച ശേഷം മകൻ വന്നു. മകൻ എന്ന് വെച്ചാൽ അരക്ക് വെള്ളമായിപ്പോൾ ഇറങ്ങാൻ പറയും. അത് കേട്ടപ്പോൾ എല്ലാവരും പറയും, എന്തായാലും ദുഷ്ട, നിന്നേക്കാൾ നല്ലത് നിൻ്റെ അച്ഛൻ തന്നെയായിരുന്നു എന്ന് പറഞ്ഞ പോലെ UDF സതീശൻജി നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് നല്ല പിണറായി ആയിരുന്നു എന്ന് പറയിപ്പിക്കരുത്. കാരണം ഇന്ന് കേരളത്തിനുള്ളിൽ ഏറ്റവും മോശമായ ഒരു പെരുമാറ്റ രീതി നടത്തിയ ഒരാളാണ് മുഖ്യമന്ത്രിമാരിൽ പിണറായി സഖാവ്. ജനങ്ങൾ അത്രയുടെ മുഖം വെറുത്തുപോയി. അതിനേക്കാൾ മോശമായൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ സതീശൻജി, നിങ്ങൾ ആ പിണറായിയുടെ പേര് കളയിപ്പിക്കാതിരിക്കാൻ നോക്കരുത്. കളയിപ്പിക്കണം, കളയിപ്പിക്കാതിരിക്കാൻ നോക്കണം. എന്നാൽ കളയിപ്പിക്കരുത് പറയാൻ കാരണം ചില നിയമനങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ അതിലൊക്കെ ചില ആവർത്തനങ്ങൾ പിണറായിയുടെ അവസാന നാളിൽ ചെയ്തതിൻ്റെയൊക്കെ ചില ആവർത്തനങ്ങൾ പോലും കാണുന്നുണ്ടോ സംശയം. അങ്ങനെ ആൾക്കാർ പരാതിയുണ്ട്. അത് വരുത്തരുത്. എൻ്റെ ഇന്നത്തെ വിഷയം അതൊന്നുമല്ല. പ്രധാന വിഷയം ഒരു കാര്യം ഞാൻ ആമുഖമായി സൂചിപ്പിക്കട്ടെ. നമ്മൾ പാർക്കുകളിൽ മിക്കവാറും വൈകിട്ട് 3 മുതലൊക്കെയാണ് 8 വരെയാണെന്ന് എൻ്റെ അറിവ്. കാലം മാറി ആൾക്കാരുടെ ഷിഫ്റ്റാണ്. ഇപ്പോൾ 8 മണിക്ക് 3 ഷിഫ്റ്റാണ്. അത് വെച്ച് നോക്കുമ്പോഴേ രാവിലെ ഒരു 8 മുതൽ വൈകിട്ട് 8 വരെ തുറന്നുകൂടെ എന്നൊരു ചിന്ത പൊതുജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ശാസ്ത്രം പറഞ്ഞാൽ പാർക്ക് പോലെ സ്ഥലങ്ങളൊക്കെ 24 മണിക്കൂറും ആശുപത്രി, പോലീസ് സ്റ്റേഷൻ പോലെ 24 മണിക്കൂർ തുറക്കേണ്ടതാണ്. കാരണം ജനങ്ങൾക്ക് വിശ്രമിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉള്ളൊരു ഏക സ്ഥലമാണ് സിറ്റികളിൽ, പ്രത്യേകിച്ചും പാർക്ക് എന്ന് പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യുമല്ലോ. എന്താ കുഴപ്പം? ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നില്ലേ? ചില ഭാഗങ്ങൾ അടുത്തടുത്ത് ചെയ്യും, അങ്ങനെ ചെയ്യും. അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഒരു ലളിതമായ ഒരു അഭിപ്രായം. മറ്റൊന്ന്, കേരളത്തിൽ TO ബാബാ സാഹിബ് KPCC പ്രസിഡന്റ് ആയതിനു ശേഷം 50 വർഷം കഴിഞ്ഞു. ഇടയ്ക്ക് പേരിന് താൽക്കാലികമായിട്ട് M.M. ഹസൻ KPCC പ്രസിഡന്റ് ചാർജ് വഹിക്കലും ആരും അത് അംഗീകരിച്ചിട്ടില്ല. അയാൾ അതിനുള്ള കഴിവില്ല പുള്ളിക്ക്, സംഭവിച്ചത്. ഈ തവണ ഒരു മുസ്ലിമിന് KPCC പ്രസിഡന്റ് ആകാനുള്ള എല്ലാ സാഹചര്യവും ഒത്തുവരുന്നുണ്ട്. അതിനെപ്പറ്റി ആൾ വന്നിട്ടുണ്ട്, ഷാഫി പറമ്പിൽ. എനിക്ക് ഷാഫി പറമ്പിൽ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ കോമണായിട്ടോ ഒരു താല്പര്യമില്ല. കാരണം അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ കോട്ടയിൽ പോയിട്ട് അവിടെ ചെന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് ദൃഢപ്രതിജ്ഞയാണ്. അതൊരു മുസൽമാനെ പറ്റിയല്ല. മുസൽമാന് വേണമെങ്കിൽ ലീഗാർ ചെയ്ത പോലെ ദൈവനാമത്തിന് പകരം സൃഷ്ടാവിൻ്റെ നാമത്തിൽ ഈ കഴിഞ്ഞ അസംബ്ലി സത്യപ്രതിജ്ഞ ഒരു മുസ്ലിം ലീഗ് നേതാവ് സൃഷ്ടാവിൻ്റെ നാമത്തിൽ പറഞ്ഞു, സൃഷ്ടാവിന് സൃഷ്ടിച്ചവൻ. അപ്പോൾ ആർക്ക് പരാതിയില്ല, അള്ളാഹുക്ക് ഒഴിവാക്കുക, അങ്ങനെ ആയില്ലോ. അതല്ല, മറ്റ് പല കാര്യത്തിൽ സമുദായത്തിന് പ്രത്യേക താല്പര്യമൊന്നും കാണിക്കുന്ന ആളുമില്ല. അതൊക്കെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ പറയണം. മണ്ടതര് അദ്ദേഹം മുസ്ലിം KPCC പ്രസിഡന്റ് ആയാൽ സമുദായത്തിന് വലിയ നേട്ടമില്ല, പക്ഷെ കോൺഗ്രസ് പാർട്ടി വലിയ നേട്ടമാണ്. പക്ഷെ അങ്ങനെ ഇത്തവണ അദ്ദേഹം അതുപോലൊരു മുസ്ലിം പ്രസിഡന്റ് ആയില്ലെങ്കിൽ അത് രണ്ട് കൂട്ടരായിരിക്കും കാരണക്കാരെന്ന് സമൂഹം മനസ്സിലാക്കും. അത് ഒന്ന് നമ്മുടെ CM സതീശൻ തന്നെയാണ്, മറ്റത് മുസ്ലിം ലീഗിലെ ചില കോക്കസ്. 2 പേരോടുമായിട്ട് പറയാണ്, നിങ്ങൾ കാലുവാരത് ഇടക്കോലിടരുത്. ഇത്തരം KCക്ക് താല്പര്യം ഷാഫിയാണ്, പക്ഷെ മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റ് സഹകരിച്ചു കൂടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഷാഫിയോട് സഹകരിക്കാൻ പാടില്ലേ? എന്താ കുഴപ്പം? അങ്ങനെ ചെയ്താൽ UDF സംബന്ധിച്ച് ഇനിയൊരു 10 വർഷത്തേക്ക്
ഒന്നും ചിന്തിക്കണമില്ല. രണ്ട് കാര്യം ഞാൻ തോന്നുന്നു. ഒന്ന്, മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ മുസ്ലിമിൻ്റെ പേര് മാറ്റാം. ഇപ്പോൾ ഷാഫി അല്ലെങ്കിൽ ഒരു മുസ്ലിം KPC പ്രസിഡന്റ് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം ആകണമെന്ന് പറയുന്നത്? രണ്ടൂന്ന് കാര്യങ്ങൾ പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇക്കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 102 സീറ്റ് കോൺഗ്രസ് കിട്ടി. ഇവിടെ നിന്നാണ് വോട്ട് വന്ന് പറന്ന് വന്നൊന്നുമല്ലല്ലോ. ആ വോട്ടിംഗ് പാറ്റേജ് ഒരു കൂടി സൂചിപ്പിക്കുക, വേഗം സൂചിപ്പിക്കുക. ഒന്ന്, 23% മാത്രമുള്ള ഈഴോ വിഭാഗത്തിൽ നിന്ന് 85% പേരും LDF വോട്ട് ചെയ്തിരിക്കുന്നത്. അത് കുറേ കാലങ്ങളായിട്ട് അങ്ങനെയാണ്. അടൂർ പ്രകാശൊക്കെ മുല്ലപ്പള്ളി എന്തൊക്കെ ഉണ്ടെങ്കിലും ഈഴോ സമുദായം അവിടെ പോരുന്നില്ല. കാരണം പല കാരണങ്ങളുണ്ട്. അത് നമ്മുടെ മന്നത്തുജി പറഞ്ഞ പോലെ ജനിച്ച ചോനും നശിച്ച മാപ്പിളി പിഴച്ച നായരും ഇവർ കമ്മ്യൂണിസ്റ്റാണെന്ന് മന്നത്ത് പറഞ്ഞത് ഒരു വലിയ ശരിയാണ്. ചോമാർ ചില ഈഴോ വിഭാഗത്തിൽ നല്ല ശതമാനം കമ്മ്യൂണിസ്റ്റ് വിഭാഗികളൊക്കെയാണ്. ഇവിടെ സംഘപരിവാറിൻ്റെ മെയിൻ ആൾ നായർ വിഭാഗം പോലെ കമ്മ്യൂണിസ്റ്റ് മെയിൻ ആൾ ഈഴൂർ തന്നെയാണ്. അപ്പോൾ 85% പേര് LDF വോട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള 15% നിന്ന് ഏതാണ്ട് BJP നല്ല ശതമാനം പോയിട്ടുണ്ട്. ഒരു 10%, ബാക്കി 5% UDF വരുന്നുള്ളൂ. 5% എന്ന് പറഞ്ഞാൽ 100 ആൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് UDF കിട്ടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ മുമ്പൊക്കെ തന്നെയാണ്. പിന്നെ നായർ വിഭാഗം ഏതാണ്ട് 9% 12-13 9% അതിലൂടെ 60-65% ഇത്തവണ BJPക്ക് സംഘപരിവാർ വോട്ട് ചെയ്തത്. ബാക്കി കമ്മ്യൂണിസ്റ്റ് പോയാൽ അവരും ഏതാണ്ട് ഒരു 100 പേര് വന്ന് വോട്ട് ചെയ്യുമ്പോൾ അവരല്ല മൊത്തത്തിൽ 100 പേര് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് നായരുടെ വോട്ടും കിട്ടിയിരിക്കുന്നത് UDF. ദളിത് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്, എൻ്റെ അവകാശമാണ്, ദളിതിൻ്റെ അവകാശമാണ് KPC പ്രസിഡന്റ്. അങ്ങനെ ജോലിയിൽ സംവരണം കൊടുക്കുമ്പോൾ അവകാശമൊന്നും അതിലില്ല. നിങ്ങൾക്ക് അവകാശമുള്ളത് നിയമപരമായിട്ട് അസംബ്ലി പാർലമെന്റ് ഇലക്ഷനിൽ നിശ്ചിത കോട്ടയുണ്ട്, അതാണ് അവകാശം. മറ്റു അവകാശമൊന്നുമില്ല, ഒരു രീതിയാണ്. ഒരു ദളിത് KPC പ്രസിഡന്റ് ആയിട്ട് അപകടമൊന്നുമില്ല. പക്ഷേ 10% 8.5% ദളിത് വിഭാഗം, ബാക്കി 1.5% ആദിവാസികൾ, ട്രൈഡാണ്. അപ്പോൾ അതിലും ഏതാണ്ട് ഒരു 65% വോട്ടും ഇന്നേ വരെ LDF പോയിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 100-150 പേര് വോട്ട് ചെയ്യുമ്പോഴാണ് ഒരു ദളിത് വോട്ട് UDF കിട്ടുന്നത്. പ്രധാനമല്ല. പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഏതാണ്ട് 18% പറഞ്ഞിപ്പോൾ 15 5 കൺവേർട്ട് ക്രിസ്ത്യാനി, ബാക്കി 10%. 10% വോട്ട് ചെയ്യില്ല. 5% കോൺഗ്രസ്, ഒരു 3% CPM, 2% BJPക്ക്. അപ്പോൾ 100 പേര് വന്ന് വോട്ട് ചെയ്യുമ്പോൾ 5 ക്രിസ്ത്യാനി വോട്ട് കിട്ടും. അത് ആൾ തന്നെയാണ്. അതിനവർക്ക് അതൊക്കെ എത്രയോ ഇരട്ടി സീറ്റ് MLA ആയിട്ട് മന്ത്രിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ആകെ കഴിഞ്ഞ അസംബ്ലിയിൽ വോട്ട് ചെയ്ത് 4 വോട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വോട്ടാണ് നോൺ മുസ്ലിം നിന്ന് കിട്ടിയിരിക്കുന്നത്. 4 പേരുണ്ടെങ്കിൽ ഒരു വോട്ടാണ്. ബാക്കി 3 വോട്ട് കിട്ടിയത് മുസ്ലിങ്ങളിലാണ്. എന്തുകൊണ്ടാണ്? ഏതാണ്ട് 33% മിനിമം ഉണ്ട് കേരളത്തിൽ, 3-1. ആ 3-1 വോട്ട് 30, ഒരു 3% പോലും ഇത്തരം മുസ്ലിങ്ങൾ LDF വോട്ട് കൊടുത്തില്ല. അതിന് പല കാരണങ്ങളുണ്ട്, അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി 30% വോട്ട് കിട്ടിയിരിക്കുന്നത് ഈ മുസ്ലിങ്ങളുടെ വോട്ടാണ്. അത് UDF തന്നെയാണ്. അത് ഞാൻ പറയും, 4 വോട്ട് ചെയ്തെങ്കിൽ 3 വോട്ട് കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? മുസ്ലിങ്ങളുടെ വോട്ടാണ് UDF. ഈ സതീശൻ മന്ത്രിസഭയ്ക്ക്. ബാക്കി ഒരു വോട്ടാണ് നോൺ മുസ്ലിം, ഈഴവനും ക്രിസ്ത്യാനും പുലയനും ദളിതൊക്കെ ചേർന്ന് കിട്ടിയിരിക്കുന്നത്. ഈ 3 വോട്ടിൽ 3/4 വോട്ടാണ് മുസ്ലിം ലീഗിന് കിട്ടിയത്. ബാക്കി 2.25 വോട്ടും മുസ്ലിം ലീഗല്ലാത്ത മുസ്ലിങ്ങളിലാണ്. അതൊക്കെ പല കാര്യങ്ങളും പറയാൻ പാടില്ല. അങ്ങനെ വയ്ക്കുമ്പോൾ ഏത് നിലക്ക് നോക്കിയാലും ഒരു മുസ്ലിം സമുദായത്തിനാണ് ഇത്തവണ KPCC പ്രസിഡന്റ് കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 10-12% വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുസ്ലിങ്ങളുണ്ടായിരുന്നു. അത് കുറഞ്ഞു 3%. അപ്പോൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ 97% മുസ്ലിങ്ങളും UDF വോട്ട് ചെയ്തിരിക്കുകയും UDF അനുഭാവികളാണ്. അവർ നിങ്ങൾ ഒരു കാരണവശാലും ഇനി അങ്ങോട്ട് മടക്കി വിടരുത്. മടക്കി വിട്ടാൽ അത് അപകടമാണ്. അവരങ്ങോട്ട് വരുമ്പോൾ മടി പോകില്ല, അവർ മടി പോകുന്ന. ഇപ്പോൾ കോക്രോച്ച് പാർട്ടി വന്നില്ലേ, കോക്രോച്ച്,
അവർ ചിന്തിക്കുന്നവർക്ക് മാന്യമായൊരു അംഗീകാരം കിട്ടിയില്ലെങ്കിൽ അവരങ്ങോട്ട് പോകും. കാരണം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 99.9% വോട്ടും മുസ്ലിം സമുദായത്തെ കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിനാണ്. കോൺഗ്രസ് നയിക്കും മുന്നണിക്കാണ്. എന്നിട്ട് യു പിയിൽ നിന്ന് ഒരൊറ്റ മുസ്ലിം ഇല്ല. 25% മുസ്ലിങ്ങൾ യു പിയിൽ, കേരളത്തിലുള്ളതിനേക്കാൾ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ യു പിയിലുണ്ട്. അപ്പോൾ 25% ജനസംഖ്യയായിട്ട് ഒരൊറ്റ മുസ്ലിം പോലും യു പിയിൽ നിന്ന് പാർലമെന്റിൽ പോയില്ല. ഒരു പാർട്ടിയിലും. BJP ഇല്ല പോട്ടെ, ബാക്കി എത്ര പാർട്ടികളുണ്ട്? BSP ഉണ്ട്, SP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരാളും പോയിട്ടില്ല. അപ്പോൾ എന്നിട്ട് ഈ ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് കത്തോലിക്ക കോൺഗ്രസ് ആണ്. ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് അല്ല, ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗുമാണ്, വേറൊന്നുമില്ല. അപ്പോൾ ഈ ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗും ഇത്തവണ ഒരു മുസ്ലിമിനെ നിങ്ങൾ KPC പ്രസിഡന്റായിട്ട് വച്ചില്ലെങ്കിൽ, ഒരു മനഃശാസ്ത്ര കൂട്ടായ്മ എന്നതിൽ പറയാണ്, ഒരു ഫിലോസഫിക്കൽ കൂട്ടായ്മ എന്ന് പറയാണ്, ഒരു ശാസ്ത്രീയ കൂട്ടായ്മ എന്നതിൽ പറയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പും പറയുന്ന ചിന്തിക്കുന്നതും അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്നതും ഇങ്ങനെയാണ്. ഈ പറഞ്ഞ ന്യൂനപക്ഷപതി മുസ്ലിം സമുദായം ഈ കോക്രോച്ച് പാർട്ടിയിലേക്ക് ഏതാണ്ട് 90% പോകും. എങ്ങനെ 97% വോട്ട് ഇത്തവണ UDF ചെയ്തോ, എങ്ങനെ 98%, 99.9% വോട്ട് കോൺഗ്രസ് മുന്നണിക്ക് ഇന്ത്യയിൽ ചെയ്തോ, ആ 99% BJPക്ക് അല്ല കൊടുക്കുന്നത്, കോൺഗ്രസും അല്ല, അവർ കോക്രോച്ച് പാർട്ടി കൊടുക്കും. കാരണം എന്താണ്? ഇനി മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഇതിനേക്കാൾ വലിയ ഒന്നും വരാനില്ല. പണ്ട് കാലത്ത് റോഡ് നടക്കാൻ പാടില്ലായിരുന്നു, വിദ്യ അഭ്യസിക്കാൻ പാടില്ലായിരുന്നു, ജോലി ചെയ്യാൻ പാടില്ല, ചെയ്ത കൂലി ചോദിക്കാൻ പാടില്ല, കുഴി കുത്തിയാലത് കഞ്ഞി കുടിക്കണം എന്നൊക്കെ നമ്മൾ നാളൊരു BJP നേതാവ് ഒരുപാട് പറഞ്ഞ സിനിമ ആണ്. അങ്ങനെയൊക്കെ നടന്ന കാലത്ത് അതിനേക്കാൾ ഒരുപടി കൂടി അന്ന് റോഡ് നടക്കായിരുന്നു, തല്ലിക്കൊല്ലില്ലായിരുന്നു. ഇന്ന് തല്ലിക്കൊല്ലാണ് സുഹൃത്തുക്കളെ. ഇനി പൊളിച്ചു വെച്ചെടുത്ത കാര്യം, ഒരു സ്ത്രീ ഗർഭം ധരിച്ച ഒരു 2 മാസം പിടിച്ചേക്കാം, 3-ാം മാസം മുതൽ ആൾക്കാരറിയും. അതുപോലെ ഇതിന് റോഡ് നടന്നു പോകുന്നതിനും കന്നാലിച്ചാൻ്റെ പേര് പറഞ്ഞൊക്കെ പോലീസ്, ഈ ഭരണ പോലീസ് ഉൾപ്പെടെ, പോലീസ് ഉൾപ്പെടെ തല്ലിക്കൊല്ലാണ്. മിനിയാന്നൊരു തല്ലിക്കൊന്നു. ഞാൻ ഇത് പറയാൻ കാരണം എനിക്ക് മുസ്ലിം പ്രത്യേക സ്നേഹമൊന്നും ഉള്ളല്ല. ഞാൻ സർവ്വസ്നേഹിയാണ്. എനിക്ക് നീതി വേണം, എല്ലാവർക്കും നീതി ലഭിക്കണം. ഞാൻ എൻ്റെ ഈ ജീവിതം ആയുസ്സുണ്ടെങ്കിൽ, എന്നിട്ട് ഈ വർഷം അവസാനം വരെയായിട്ട് ഞാൻ ഈ ഭൗതിക ലോകത്തുണ്ടാവുള്ളൂ. എൻ്റെ ജീവിതത്തിൽ പിന്നീട് ആയുസ്സുണ്ടെങ്കിൽ ഞാൻ ആത്മീയമായിട്ട് പോവുകയാണ്. ആയുസ്സുണ്ടെങ്കിൽ അതിനോട് പരിചയം പോട്ടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആരുടെ പക്ഷം പിടിച്ചു 10 വോട്ട് എടുക്കുക, 10 രൂപ സമ്പാദിക്കുന്ന കാര്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കത്തോലിക്ക കോൺഗ്രസ് മുസ്ലിങ്ങളുടേതായി ഒരു പരിഗണനയും കൊടുക്കുന്നില്ല. ഇപ്പം ഞങ്ങൾ 3-4 പേര് ഡൽഹിയിൽ നിന്ന് വന്നല്ലോ. പണ്ടൊക്കെ വരുമ്പോൾ ഒരു കാക്ക ഉണ്ടാവും. അപ്പോൾ 10 ആൾ വന്നപ്പോൾ ഒരാൾ കാക്കയില്ല. ആകെ ജനസംഖ്യ 5-1 20% 5-1. അപ്പോൾ എന്ത് സ്ഥാനമാനങ്ങളും പങ്കിട്ടാൽ 5-1 പേർ, കൂടുതലൊന്നും വേണ്ട, ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് 5-1 സ്ഥാനമാനങ്ങൾ ദേശീയ ലെവലിൽ മുസ്ലിം സമുദായത്തിന് കൊടുത്തില്ലെങ്കിൽ, കേരളത്തിൽ 3-1 സ്ഥാനമാനങ്ങൾ കൊടുത്തില്ലെങ്കിൽ, ഹക്ക് എന്ന് ഞങ്ങൾ അറബി ഭാഷ പറഞ്ഞ സത്യമായിട്ടും തുറന്ന മനസ്സ് പറയാണ്, ഈ മുസ്ലിം ലീഗിൽ നിൽക്കുന്ന ഒരു 20-25% വെച്ച് ബാക്കി 75% മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റിലേക്കോ BJPയിലേക്കോ പോകില്ല, കോൺഗ്രസിൽ നിന്ന് മാറിയിട്ട് ഈ പറഞ്ഞ ക്രോക്കഡൈൽ പാർട്ടിയിലേക്ക് സപ്പോർട്ട് ചെയ്യും. കാരണം അറിയാലോ, അവർക്ക് ഇനി ഒന്നും വരാനില്ല. നീ ക്രോക്കഡൈൽ പാർട്ടി BJP ഭയപ്പെടുന്ന ആം ആദ്മി പാർട്ടി പോലെ BJPയുടെ സെക്കൻഡ് ടീമാണെങ്കിൽ ആയിക്കോട്ടെ, ഇനി എന്ത് കഷ്ടമുള്ളത്? 25% മുസ്ലിങ്ങളുള്ള UP നിന്ന്, 20 കോടിയായിട്ട് മുസ്ലിങ്ങളുണ്ട് UP. കേരളത്തിലുള്ള മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ, കേരളത്തിലെ ടോട്ടൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ UP-യിലുണ്ട്. 3.5 കോടിയിൽ കൂടുതലുണ്ട്. ഒരൊറ്റ മുസ്ലിം MP-മാർ ഈ BJP ഒഴിച്ചുള്ള ഒരു പാർട്ടി, BJP ഞാൻ വിട്ടുകളഞ്ഞ് വന്നിട്ടില്ല. എന്താ പറയാത്തത്? ഒരാളിൽ വരട്ടില്ലേ? എന്നിട്ടാണ് അയോധ്യയിൽ നിന്ന് ജയിച്ച ദളിതനായ SP ആയ ഒരാളെ പാർലമെന്റിൽ 4ാമത്തെ റോയിൽ ഇരുന്നിട്ട് ഈ കത്തോലിക്ക രാഹുൽ ഗാന്ധി വലിച്ചെഴുത്തുകൊണ്ട് മടിയിലിരുത്തിയിടും. എവിടെ കത്തോലിക്ക കോൺഗ്രസ് ഒരാളൊരു മുസ്ലിമിന്റെ പേര് അടുത്ത് സാന്നിധ്യം നോക്ക്.
സദസ്സിലേക്ക് ഒരു തൊപ്പി വെച്ച ആള് ചെന്നിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കണം, ആരും പറഞ്ഞിട്ടില്ല, കണ്ടുകൊണ്ടിട്ട് ഒരുത്തം വന്ന് വേഗം തട്ടിമാറ്റി ആൾ പുറത്താക്കി. അങ്ങനെ ധൈര്യമില്ല പറയാൻ കൂടെ നിൽക്കാൻ ധൈര്യമില്ല. എന്തിനാട്ടോ 20% മുസ്ലിങ്ങൾ വോട്ട് നിങ്ങൾ ഞണ്ണി തിന്നവരെ കാണിക്കുന്നത്? ഞങ്ങൾ മുസ്ലിങ്ങളെ വോട്ട് വേണ്ടെന്ന് നിങ്ങൾ പരസ്യമായിട്ട് പറയണം. പണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ടോ? ഈ സമൂഹത്തെ നിങ്ങൾ കൊച്ചാക്കി കളഞ്ഞ് എന്താണ് വെടുക്കാക്കി തരിക്കാക്കുന്ന നമ്പൂരി ഭാഷ പറയുമ്പോൾ ആക്കിയെടുക്കണോ? അത് വേണ്ട. നിങ്ങൾക്ക് കഴിവെങ്കിൽ 99.9% വോട്ട് ചെയ്തിരിക്കുന്ന മുസ്ലിങ്ങൾ കോൺഗ്രസ് മുന്നണിക്കാണെങ്കിൽ, കോൺഗ്രസ് ആണെങ്കിൽ നിങ്ങൾ സ്ഥാനമാനങ്ങൾ പങ്കെടുപ്പോൾ 5-1 സ്ഥാനമാനങ്ങൾ ഇന്ത്യയിൽ കൊടുത്തിരിക്കണം. ഇത് താക്കീതോ അല്ലെങ്കിൽ അഭ്യർത്ഥനയില്ല, യാഥാർത്ഥ്യ ഫാക്റ്റാണ്. അത് കേരളത്തിൽ 3-1 സ്ഥാനമാനങ്ങൾ പണ്ടൊക്കെ ചെയ്ത CH മുഹമ്മദൊക്കെ മുഖ്യത്തെ കാലത്ത് മുസ്ലിം ലീഗ്, അത് ലീഗിനാണ് പറയുന്നത്. ഞങ്ങളത് ലീഗിന് തോന്നില്ല, മൊത്തം മുസ്ലിങ്ങൾക്ക് 3-1 സ്ഥാനങ്ങൾ പോടണം. ഇതുകൊണ്ട് ഇപ്പം ആർക്ക് വേണം? ബെന്നി ബെഹനാൻ. ഈ പാർട്ടിക്ക് വേണ്ടി എന്താണോ ബെന്നി ബെഹനാൻ ചെയ്തത് ഇത്രകാലത്ത്? പിന്നെ എന്താണ് മറ്റേ കൊടിക്കുന്നിൽ സുരേഷ്, എൻ്റെ മോൻ്റെ അവകാശമാണ് KPC പ്രസിഡന്റ്. പാർട്ടികൾ എന്ത് ചെയ്തോളൂ? എത്ര വോട്ട് ചെയ്തോ? പിന്നെ അങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട്. എന്താണ് ഒരു ക്രിസ്ത്യൻ തന്നെ KPC പ്രസിഡന്റ് ആകുന്നത്? എന്തൊക്കെ നിർബന്ധം? ജനസംഖ്യ, ജനാധിപത്യത്തിൽ വോട്ടിനാണുള്ള വില. 3-1 വോട്ട് കിട്ടുന്ന ഒരാളിൽ നിന്നോ 10 വോട്ട് കിട്ടുന്ന ഒരു വിഭാഗത്തിൽ നിന്നോ നിങ്ങൾ KPC പ്രസിഡന്റോട് പറയടോ. സതീശ് ഉൾപ്പെടെ എല്ലാവരും പറയും, എന്നെ തൂക്കിക്കൊന്നാലും വേണ്ട, എന്നെ തല്ലിക്കൊന്നാലും വേണ്ടില്ല. കാര്യം ഈ സമുദായത്തിന് വേണ്ടി ബാധിക്കാനും സംസാരിക്കാനും നട്ടെല്ലാം ഒരാൾ പോലും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ത്യയിലേ ഇല്ല, ഭയമാണ്. പേടിച്ച് ഓടിച്ചുകൊണ്ട് കോൺഗ്രസ് വോട്ടുകൾ മിണ്ടായി വരും. ഇപ്പൊ എന്ത് ചെയ്ത് പശ്ചിമബംഗാൾ നല്ല ശതമാനം വോട്ടും പല മേഖലകളിലും BJP പോയിട്ടുണ്ട്. എന്നിട്ടാണ് സംരക്ഷണം കൊടുക്കാൻ ആളില്ല. പിന്നെന്ത് ചെയ്യും? സംരക്ഷണം കൊടുക്കേണ്ട ഈ കത്തോലിക്ക കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മലപ്പള്ളിയും അല്ലേ, അവരൊന്നും മിണ്ടുന്നില്ല. അവിടെ പാർട്ടി പാവങ്ങൾ എന്തെങ്കിലും തല്ലിക്കൊല്ലില്ല എന്ന് വെച്ചാൽ BJPക്ക്. കാരണം 99% മുസ്ലിങ്ങളുടെ ഒരു വാർഡിൽ 97% വോട്ട് കിട്ടിയിരിക്കുന്നത് BJPക്കാണ്. അപ്പോൾ ആർക്ക്? ഇത് പണ്ട് UP ഉണ്ടായിട്ടുണ്ട്. എന്താ പറഞ്ഞറിയോ? ലക്നൗ ഉണ്ട് UP. ലക്നൗവിലെ പോളിംഗിൻ്റെ അന്ന് രാവിലെ പ്രിസൈഡിങ് ഓഫീസർ മുസ്ലിമായിരുന്നു. ആ ഭാഗത്ത്, ആ ഏരിയയിലെ അയാളുടെ ശവം വേസ്റ്റ് പൊട്ടേ കിടന്നു. എടോ, അപ്പം മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം അവിടെ? അതിനുമായിട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഒന്നുകിൽ വോട്ട് ചെയ്യാൻ പോകരുത്, അഥവാ പോയ താമരക്ക് വോട്ട് ചെയ്യണം. ഇത് മോഡി വരുന്ന കാലമല്ല, അരുമ്പുള്ള കാലമാണ്. അവസാനം ഇയാളെ ഒന്ന് ചവിട്ടോട് കിടക്കുമ്പോൾ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണോ? എന്ത് ചെയ്യും? പിന്നെ താമരക്ക് വോട്ട് ചെയ്ത് പോയത് അല്ലെങ്കിൽ പോയില്ല. അങ്ങനെയാണ് 90% മുസ്ലിം മേഖലയിൽ BJP ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതിന് സംരക്ഷണം കൊടുക്കാൻ ഈ കത്തോലിക്ക കോൺഗ്രസിനും ഈ ഇന്ത്യൻ മലപ്പള്ളിക്കും സാധിക്കുന്നില്ല. അത് ബോധ്യം എന്നതിൻ്റെ പേരിൽ ലാസ്റ്റ് പരീക്ഷ നിലക്കാണ് പിന്നെ ഞങ്ങളൊരു നിർദ്ദേശം വെച്ചു, ഒരു പകുതി വോട്ടിൽ നിങ്ങൾ BJP കൊടുത്തുകൊണ്ട് ധാരണ എത്താൻ പറഞ്ഞു. അതൊരു അറ്റ കൈയാണ്. അതിന് ഞാൻ ഉത്തരം പറഞ്ഞു. ആ വോട്ട് BJP കൊടുക്കുന്നില്ല, കോൺഗ്രസ് കൊടുക്കുന്ന ആ വോട്ട് മുഴുവനും ഇന്ത്യയിൽ ഈ കോക്രോച്ച് പാർട്ടി നല്ലതെന്നും പറയുന്നില്ല. കാരണം അത് അറിയാറിയിട്ടില്ല. കൊടുക്കാൻ ചിന്തിച്ചു പോയാൽ കുറ്റം പറയാൻ പറ്റില്ല. അത് ചെയ്യാതിരിക്കണമെങ്കിൽ 2 കാര്യം പ്രത്യേകം സതീശൻ ചിന്തിക്കണം, രാഹുൽ ചിന്തിക്കണം. ബുദ്ധിയുടെയും ചിന്തയുടെയും അംശമുണ്ടെങ്കിൽ KPC പ്രസിഡന്റായിട്ട് ഒരു മുസ്ലിം ഇത്താണ് വഹിക്കണം. എല്ലാ സാഹചര്യവും തോന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി സതീഷിന് വേണ്ടി സതീശൻ മുഖ്യമന്ത്രി ആക്കാൻ പറഞ്ഞ് ധർണയിടിക്കാൻ പോയതാണ്. അപ്പോൾ ചില കോടതിയിൽ നിന്ന് വേദന അത് വേണ്ട, ഏതാണ്ട് ആകുമെന്ന് പറഞ്ഞ് മാറിയതാണ്. അങ്ങനെയാണ് ആഗ്രഹിച്ചാണ്. അപ്പോൾ ഇത്തവണ എന്ത് ചെയ്യണം? അറിയണം. അതിന് സതീശന് എന്തെങ്കിലും കുരുട്ടുബുദ്ധി കാണിച്ചാൽ, അതിന് മുസ്ലിം ലീഗോ കുഞ്ഞാക്കായ അകത്തൂടി പാര വച്ചാൽ, സത്യം പറയുന്നു ഈ സമൂഹം നിങ്ങളെ വെറുതെ വിടില്ല. മുസ്ലിം ലീഗായാലും കൊള്ളാം, സതീശൻ കോൺഗ്രസ് ആയാലും കൊള്ളാം. KC വേണുഗോപാലിന് ഒരു പക്ഷേ സതീഷ് ഇയാളെ ആഗ്രഹമുണ്ട്. അയാൾ അതിൻ്റെയൊക്കെ മുന്നോട്ട് അങ്ങോട്ട് പോയതൊക്കെ കേന്ദ്രത്തിൽ താല്പര്യമുണ്ട്. ഇത്തവണ സതീശൻ വെറും മുസ്ലിം അല്ല, മറ്റേ ഷാഫി പറമ്പിൽ ഏതാണ്ട് പിന്നെ ഷർത്ത് ഒത്താന്നൊക്കെ അറബി പറയും. എല്ലാ യോഗ്യതത്വ ഒരാളാണ് കോൺഗ്രസ് വേണ്ടി. മുസ്ലിം പറ്റി നേട്ടം ഉണ്ടായിട്ടില്ല പറഞ്ഞത്. പക്ഷെ കോൺഗ്രസ് മുസ്ലിം അണികൾ നിൽക്കാൻ വേണ്ടി അത് ചെയ്യണം. അതിന് എന്തെങ്കിലും കാരണം വെച്ചാൽ മുസ്ലിം ലീഗ് നിങ്ങൾ ഭാരവഹിക്കരുത്. നിങ്ങളുടെ അവസാനത്തിൻ്റെ ആരംഭമായിരിക്കും.
പിന്നെ പല നിങ്ങൾ മുസ്ലിം സമുദായം കിട്ടേണ്ട ചാൻസ് നിങ്ങൾ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ കൊടുത്തിട്ടില്ല, സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്റ്റേ ചെയ്യരുത്, അവസാന കളിയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല, കോൺഗ്രസ് കിട്ടില്ല. മുഴുവൻ വോട്ടും അനുഭാവികളും പ്രവർത്തകരും കോൺഗ്രസ് പാർട്ടിയിലേക്ക് സപ്പോർട്ട് ചെയ്യും. ഇന്ന് ഞങ്ങളൊരു അഹങ്കാരം പറയില്ല, ഇന്ന് ഞങ്ങളൊരു വാർത്ത പ്രസ്താവന നടത്തിയാൽ അത് ശ്രദ്ധിക്കുന്ന ആയിരക്കണക്കിന്, 10,000 ഞാൻ പഞ്ചായത്ത് മെമ്പറാകുമ്പോഴേ ഞാൻ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി കുറേ കാര്യം ശ്രമിച്ചപ്പോൾ ഇവിടുത്തെ ഈ തെണ്ടികളായ ചില രാഷ്ട്രീയക്കാർ വെച്ച് ഞാനത് കോർപ്പറേഷൻ മത്സരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ അസംബ്ലി മത്സരിക്കാൻ വേണ്ടി എൻ്റെ ഫ്ലെക്സ് ഒക്കെ കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു മത്സരിക്കുന്നില്ല. മത്സരിച്ച നക്കർപ്പിച്ച ആ ഹറാമായ മുതൽ, അതായത് സത്യമല്ലാത്ത വസ്തു നമുക്ക് വേണ്ട. കമ്മീഷൻ വാങ്ങിക്കാൻ വേണ്ടിയില്ലേ നമുക്ക് വേണ്ടത്. ഇനി ഏതാണ്ട് ഒരു കൊല്ലം കൂടി ഞാൻ ഈ ഭൗതിക ലോകത്തുണ്ടാവുള്ളൂ, ജീവിച്ചിരിക്കണേ. ഭരിക്കണം പോട്ടെ, മറ്റുള്ള എൻ്റെ ഭൗതിക ജീവിതം തീരാൻ പോണ്. പിന്നെ അതിനോട് ഞാൻ ഇനി അക്കാപ്പിച്ച് വായിക്കാൻ നിൽക്കണോ? ചെയ്യില്ല. പക്ഷേ എൻ്റെ സമുദായത്തിന് വേണ്ടി, എന്തിനുവേണ്ടി? നീതിക്ക് വേണ്ടി എല്ലാവർക്കും, മുസ്ലിം സമുദായത്തിന് മാത്രമല്ല എല്ലാവർക്കും, ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള. അവിടെ എന്തോട് വർഗീയത? അവിടെ എന്താണ് ഭീകരവാദം? അവിടെ എന്താണ് വിഘടനവാദം? അവിടെ എന്താണ് ദേശദ്രോഹം? ഒന്നുമില്ല. ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് എല്ലാവർക്കും, ദളിതനും പൊളിയനും പറയനും എന്നൊരു എല്ലാവർക്കും ആ സ്ഥാനങ്ങളിൽ പങ്കിടണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ കുറ്റമല്ല, വർഗീയതയല്ല, ജാതീയതയല്ല, ഒന്നുമല്ല. അത് നീതിയാണ്. ഹ്യൂമൻ ജസ്റ്റിസ്, മനുഷ്യനീതി. അതിന് വേണം മൊയ്തീൻ നിൽക്കുന്നത്. അതാണ് വെറുതെ അല്ല എനിക്ക് സർവീസ് ചെയ്യുന്ന പട്ടം തന്നത്. ഹിന്ദു മസ്ദൂർ കിസാൻ പഞ്ചായത്ത് എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന, കോർപ്പറേഷൻ മുനിസിപ്പൽ തൊഴിലാളി ബോംബെയിൽ വെച്ച് ജോർജ് ഫെർണാണ്ടസ് അവർ ഉണ്ടാക്കി. ആ സംഘടന ദേശീയ സമ്മേളനം ഗോവയിൽ നടന്നപ്പോൾ 2 വർഷം മുമ്പ് 2024 എനിക്ക് സർവീസ് ചെയ്യപ്പെട്ടതെന്ന് എന്നെ ആദരിച്ചു. അത് തന്നെയില്ല, മുസ്ലിം സമുദായം സബീലെ മില്ലത്ത് വഴികാട്ടി, സമുദായത്തെ വഴികാട്ടി എന്നൊരു പദവി കൂടി തന്നു. എന്താ കാരണം? ഞാൻ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കും, എല്ലാവർക്കും ചിന്തിക്കും, അഴിമതിക്കാനല്ല. മറ്റൊരു ഈ 77 വർഷത്തിനിടയിൽ ഒരു കേസോ ഒരു പോലീസ് സ്റ്റേഷനോ ഞാൻ പോയിട്ടില്ല. എൻ്റെ കോടതി എൻ്റെ മനസ്സാക്ഷി, അത് കഴിഞ്ഞ് ദൈവമാണോ, ദൈവത്തിൻ്റെ കോടതിയാണ്. എന്നെ ഒരിക്കലും സ്റ്റാമ്പ് ഒട്ടിച്ചെടുത്ത് അപേക്ഷ കൊടുത്തിട്ടില്ല. ഒരു പരാതിയിലും സ്റ്റാമ്പ് ഒട്ടിച്ചെടുത്ത് എൻ്റെ പരാതി കോടതി എന്ന് ദൈവത്തിൻ്റെ കോടതിയാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സത്യം പറയുന്ന ഒരു പരാതിക്കാരനോ അല്ലെങ്കിൽ ഒരു വാദിക്കോ പ്രതിക്കോ വക്കീലിന് ആവശ്യമില്ല. മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജി ചോദിക്കുമ്പോൾ മണി പോലെ അവന് ഉത്തരം സത്യം പറയും. പിന്നെ എന്തിനു വക്കീലിന് ആവശ്യം? എന്നെ സംബന്ധിച്ച് എനിക്കൊരു കേസ് വന്നാൽ ഞാൻ വാദിക്കുള്ളൂ, ഒരിക്കലും ഞാൻ വക്കീൽ വഹിക്കില്ല. കാരണം സത്യമില്ലാത്ത ഒരു കാര്യം ഞാൻ ഇത് ചെയ്തിട്ട് ചെയ്യില്ല, എന്തെല്ലാം പ്രകോപനം വന്നാലും. അതുകൊണ്ട് ഞാൻ ഈ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സതീശൻ ഡൽഹിയിൽ ചരട് വലിക്കാൻ സതീശൻ പോയിട്ടുണ്ട്. നാളെ പ്രധാനമന്ത്രി കാണുന്നു, ഇന്ന് AICC ഭാരവാഹികൾ കാണുന്നു, രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടുണ്ട്. എന്ത് കണ്ടാലും അവിടെ ചരട് വലി, പിന്നെ ഉമ്മൻചാണ്ടിയുടെ മകന് ചാണ്ടി ഉമ്മനൊക്കെ ആഗ്രഹമുണ്ട്. അതൊക്കെ കൊടുത്ത് നിങ്ങൾ ഭരണം കളയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.